നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 13ാമത്തെ ചാപ്റ്ററാണ് പേട്ട് കി ബാത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഓഥറിനെ കുറിച്ച് വായിക്കാം. लेखक से परिचय. प्रसिद्ध वैज्ञानिक जगदीश चंद्र बसु का बचपन പ്രകൃതി का അവലോകൻ करते हुए बीता. പ്രസിദ്ധ സയൻറ്റിസ്റ്റായ ജഗദീഷ് ചന്ദ്ര ബസുവിൻ്റെ കുട്ടിക്കാലം പ്രകൃതിയെ ഒബ്സർവ് ചെയ്യുന്നതിൽ കടന്നുപോയി. पेड़ पौधों जीव जंतुओं से प्रेम करते हुए उनकी शिक्षा आरंभ हुई. वे जीव विज्ञान, भौतिकी, वनस्पति विज्ञान तथा विज्ञान कथा लेखन में रुचि रखने वाले एक बहुविध व्यक्ति थे. അദ്ദേഹം ജീവവിജ്ഞാൻ, ബയോളജി, ഭൗതിकी, ഫിസിക്സ്, വനസ്പതി വിജ്ഞാൻ, ബോട്ടണി തഥാ വിജ്ഞാൻ കഥാലേഖൻ, സയൻറ്റിഫിക് സ്റ്റോറി റൈറ്റിംഗ് ഇതിലൊക്കെ രുചി രഖ്നെ വാലെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു मल्टी टैलेंटेड आए ഒത്തിരി കഴിവുകളുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. उन्होंने सिद्ध किया कि पौधों का एक निश्चित जीवन चक्र व एक प्रजनन प्रणाली होती है और वे अपने परिवेश के प्रति जागरूक होते हैं. അദ്ദേഹം ചെടികൾക്കൊരു നിശ്ചിതമായ ജീവൻ ചക്ര ലൈഫ് സൈക്കിൾ ഉണ്ടെന്നും അവർക്ക് പ്രത്യേക റീപ്രൊഡക്ഷൻ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ഉണ്ടെന്നും അവരുടെ ചുറ്റുപാടിനെക്കുറിച്ച് വളരെ ജാഗരൂകരായിരിക്കുന്നു എന്നും പ്രൂവ് ചെയ്തു അദ്ദേഹം. इस प्रकार वे यह स्थापित करने वाले विश्व के पहले व्यक्ति थे कि पौधे किसी भी अन्य जीव रूपों के समान होते हैं. അങ്ങനെ ഇദ്ദേഹം ലോകത്ത് ആദ്യമായി ഇദ്ദേഹമാണ് പ്രൂവ് ചെയ്തത് ചെടികളൊക്കെ ഭൂമിയിലുള്ള മറ്റ് ലിവിങ് ബീയിങ്സിനെ പോലെ തന്നെയാണെന്ന്. विज्ञान जैसे विषय को भी चित्रात्मक साहित्यिक स्वरूप प्रदान करने वाले जगदीश चंद्र बसु ने सर्वप्रथम रेडियो तरंग के द्वारा संचार स्थापित कर एक बड़ी वैज्ञानिक खोज की थी. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് റേഡിയോ തരംഗങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമെന്ന് ഇൻവെൻറ്റ് ചെയ്തത്. पेट की बात का बांग्ला से हिंदी में अनुवाद शंकर सेन ने किया है. पेट की बात ഈ ചാപ്റ്റർ ആക്ച്വലി ബംഗാളി ലാംഗ്വേജിൽ ബാംഗ്ലയിലാണ് എഴുതിയിരുന്നത്. അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശങ്കർ സേനാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. पेट की बात. क्या आपने कभी कोई बीज बोया है? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിത്ത് നട്ടിട്ടുണ്ടോ? ബീജ് സെ പേട് ബന്നെ കി കഹാനി ബഹുത് രോചക് ഹൈ. ഒരു വിത്തിൽ നിന്ന് മരമാകുന്ന കഥ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. कैसे अंकुर फूटता है, पौधा बनता है, धीरे धीरे बढ़ता है और बड़ा पेड़ बन जाता है. അങ്കുർ എന്ന് പറഞ്ഞാൽ ഈ മുളച്ച് വരികയില്ലേ, വിത്ത് മുളച്ച് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിത്ത് നട്ടതിന് ശേഷം വിത്ത് മുളച്ച് വരിക, പിന്നെ അത് ചെറിയൊരു ചെടിയായി മാറുക, പിന്നെ പതിയെ പതിയെ വളർന്നൊരു വലിയ മരമായി മാറുന്നു. ആയിയെ ജാനത്തെ ഹേ പേട് കി ബാത്. വരും നമുക്കറിയാം മരത്തിൻ്റെ കഥ എന്താണെന്ന് നമുക്ക് വായിച്ചറിയാം. ദിനോം തക് മിട്ടി കെ നീച്ചെ ബീജ് പടേ രഹെ. കുറേ ദിവസങ്ങളായി ഈ വിത്ത് മണ്ണിൻ്റെ അകത്തുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇസി തരം മഹീന ദർ മഹീന ബീത്താ ഗയ. അങ്ങനെ അവിടെ കിടന്ന് കുറേ മാസങ്ങൾ കടന്നുപോകും. സർദിയോं के बाद വസന്ത് ആയ. സർദിയ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം, വിൻ്റർ സീസൺ കഴിഞ്ഞ് വസന്തം വന്നു. उसके बाद वर्षा की शुरुआत में 2-1 दिन പാനി ബർസ. അതിനുശേഷം മഴക്കാലം വന്നു. വർഷക്കാലത്തിൻ്റെ തുടക്കത്തിൽ 2-3 ദിവസം നല്ലോണം മഴ പെയ്തു. അപ്പോൾ छिपे रहने की आवश्यकता नहीं थी. ഇനി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. मानो बाहर से कोई शिशु को पुकार रहा हो और सोए मत रहो, ऊपर उठ जाओ, सूरज की रोशनी को देखो. आहिस्ता आहिस्ता बीज का ढक्कन दरक गया. 2 സുക്കോമൽ പത്തിയോं के बीच अंकुर बाहर निकला. പുറത്തുനിന്ന് ആരോ കുട്ടീനെ വിളിക്കുന്നത് പോലെ, ഇനി ഉറങ്ങല്ലേ, ഉറക്കം മതി, എഴുന്നേൽക്കൂ, സൂര്യൻ്റെ കിരണങ്ങളിലേക്ക് നോക്കൂ എന്ന് ഒരു കുട്ടിയോട് പറയുന്ന പോലെ അത് കേട്ട് പതിയെ പതിയെ വിത്ത് അതിൻ്റെ ഢക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂടി തുറന്ന്, അതായത് അതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടി മുളയ്ക്കുകയാണ്. സുകോമൽ പത്തിയും 2 കോമളമായ ഇലകളുടെ ഇടയിലൂടെ അതിങ്ങനെ മുളച്ച് വരികയാണ്. अंकुर का एक अंश नीचे माटी में मजबूत से गट गया और दूसरा अंश माटी भेदकर ऊपर की ओर उठा.
ഈ മുളച്ച് വരുന്നതിൻ്റെ ഒരു ഭാഗം താഴെ മണ്ണിൽ ഫിക്സായി, നല്ല സ്ട്രോങ് ആയിട്ട്, മസ്ബൂത്തീസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയി ഫിക്സായി. പിന്നെ അതിൻ്റെ മറ്റു ഭാഗം മുകളിലേക്ക് മണ്ണിൽ നിന്നൊക്കെ പുറത്ത് വന്നിങ്ങനെ മുകളിലോട്ട് വളരുകയാണ്. ക്യാ തുമ്നെ അങ്കുർക്ക് ഉടുത്തേ ദേഖാ? ഒരു വിത്ത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുളച്ചിങ്ങനെ ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ടോ? जैसे कोई शिशु अपना नन्हा सा सिर उठाकर आश्चर्य से नई दुनिया को देख रहा है. എങ്ങനെയാണ് ഒരു വിത്ത് മുളച്ച് വരുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഒരു കുഞ്ഞു കുട്ടി അതിൻ്റെ കുഞ്ഞു തല ഉയർത്തി ആശ്ചര്യത്തോടെ പുതിയ ലോകം കാണുന്നത് പോലെയാണ് ഒരു വിത്ത് മുളച്ച് വരുന്നത്. वृक्ष का अंकुर निकलने पर जो अंश माटी के भीतर प्रवेश करता है उसका नाम जड़ है और जो अंश ऊपर की ओर बढ़ता है उसे तना कहते हैं. വിത്ത് മുളയ്ക്കുമ്പോൾ ഈ മുളച്ച് വരുന്നതിൻ്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് പോയി ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നു പറഞ്ഞില്ലേ, അതിനെ നമ്മൾ ജഡ് എന്ന് പറയും. ജഡ് എന്ന് പറഞ്ഞാൽ റൂട്ട്, വേര്. ഓജോ അഞ്ച് മുളച്ച് വരുന്നതിൻ്റെ വേറൊരു ഭാഗമില്ലേ, അത് മുകളിലിട്ടില്ല വളരുന്നത്, അതിനെ നമ്മൾ തന എന്ന് പറയും, സ്റ്റെമ്മ്. സഭി പേട് പൗധോ മേ ജഡ് വ തന യേ ദോനോ ഭാഗ് മിലേങ്കി. എല്ലാ വിത്തിലും അതിങ്ങനെ മുളച്ച് വരുമ്പോഴത്തേക്കും എല്ലാ ചെടിയിലും നമുക്കതിൻ്റെ വേരും ഉണ്ടാകും, തന സ്റ്റെമ്മും ഉണ്ടാകും. यह एक आश्चर्य की बात है कि पेड़ पौधों को जिस तरह ही रखो जड़ नीचे की ओर जाएगी व तना ऊपर की ओर उठेगी. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു വിത്തിനെ എങ്ങനെ വെച്ചാലും ഒരു ചെടീനെ എങ്ങനെ നട്ടാലും അതിൻ്റെ വേര് മണ്ണിലേക്ക് താഴോട്ട് വളരുകയും അതിൻ്റെ സ്റ്റെം തന മുകളിലോട്ട് വളരുകയും ചെയ്യുള്ളൂ. ഈ ഗംലേ പൗധാ था, ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടിയുണ്ട്. പരീക്ഷൺ करने के लिए कुछ दिन गमले को ഓന്തയിൽ ലട്കായ रखा. ഒരു പരീക്ഷണത്തിനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ ചെടിച്ചട്ടീനെ തലക്കീഴായി തൂക്കിയിട്ടു. ലട്കാൻ അങ്ങനെ ഹാങ് ചെയ്യുക, തൂക്കിയിടുക. पौधे का सिर नीचे की तरफ लटका रहा और जड़ ऊपर की. ചെടിയുടെ സ്റ്റെം ഭാഗം നമ്മൾ താഴോട്ട് വരുന്ന രീതിയിലും റൂട്ട് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ തൂക്കിയിട്ടു. दो एक दिन बाद क्या देखता हूँ कि जैसे पौधे को भी सब भेद मालूम हो गया हो. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ കാണുന്നത്, ആ വിത്തിനും നമ്മളിതെന്താ ചെയ്തതെന്ന്, എന്താ ഡിഫറൻസ് മനസ്സിലായതുപോലെ. उसकी सब पत्तियाँ और डालियाँ टेढ़ी होकर ऊपर की तरफ उठ गई तथा जड़ घूमकर नीचे की ओर लटक गई. ആ ചെടിയുടെ ഇലകളും അതിൻ്റെ തണ്ടും വളഞ്ഞ്, ടേഡി എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്ത് വളഞ്ഞ് മുകളിലോട്ട് വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ വേര് ജഡ് കറങ്ങി തിരിഞ്ഞ് താഴോട്ട് തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. തുമ്നെ കൈ ബാർ സർദിയോ മേ മൂലി കാട്ട് കർ ബോയി ഹോഗി. നിങ്ങൾ പലതവണ സർദി വിൻ്ററിൽ മൂലി എന്ന് പറഞ്ഞാൽ റാഡിഷ് വെട്ടി മുളയ്ക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ. ദേഖാ ഹോഗ പഹലെ പത്തെ व फूल नीचे की ओर रहे. कुछ दिन बाद देखोगे कि पत्ते और फूल ऊपर की ओर उठ आए. നമ്മൾ തുടക്കത്തിൽ കാണും എന്താ അതിൻ്റെ ഇലയും പൂക്കളും ഒക്കെ താഴേക്ക് വളരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അത് നേരെ മുകളിലോട്ട്, ഇലയും പൂവൊക്കെ തിരിച്ച് മുകളിലോട്ട് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. हम जिस तरह भोजन खाते हैं पेड़ पौधे भी उसी तरह भोजन करते हैं. നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ചെടികളും ഭക്ഷണം കഴിക്കാറുണ്ട്. हमारे दांत है, कठोर चीज़ें खा सकते हैं. നമുക്ക് പല്ലുകളുണ്ട്. കഠോർ എന്ന് വെച്ചാൽ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പല്ലുള്ളതുകൊണ്ട് തിന്നാൻ സാധിക്കും. നന്നെ ബच्चों की दांत नहीं होते, वे केवल दूध पी सकते हैं. കുഞ്ഞു പിള്ളേർക്ക് എന്താ പല്ലില്ല, അവർക്ക് പാല് കുടിക്കാനേ സാധിക്കുകയുള്ളൂ. पेड़ पौधों को भी दांत नहीं होते. ചെടികൾക്കും ഇതുപോലെ പല്ലില്ല. इसलिए वे केवल तरल द्रव्य या वायु से भोजन ग्रहण करते हैं. അതുകൊണ്ട് തന്നെ അവർ തരൾ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ദ്രവ്യം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, ഈ വെള്ളം പോലത്തെ ലിക്വിഡായിട്ടുള്ള സാധനം മാത്രമേ ഇവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വായുവിൽ നിന്നാണ് ഇവർ ഭക്ഷണം കൺസ്യൂം ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്. पेड़ पौधे जड़ के द्वारा माटी से रस पान करते हैं. ചെടികൾ അവരുടെ ജഡ് റൂട്ട്സ് കൊണ്ട്, വേരുകളിലൂടെയാണ് മണ്ണിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്. ചീനി മേ പാനി ഡാലനെ പർ ചീനി ഗൽ ജാത്തി. നമ്മൾ വെള്ളത്തിൽ, ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര, നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ അതിൽ മൊത്തം ഡിസോൾവ് ആയി പോകില്ലേ പഞ്ചസാര. മാട്ടി മേ പാനി ഡാലനെ പർ ഉസ്കെ ഭീതർ ബഹുത് സി ദ്രവ്യ ഗൽ ജാത്തെ ഹെ.
നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ കുറേ മിനറൽസ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതെന്താവും വെള്ളത്തിൽ കലരും. पेड़ पौधे वे ही तमाम द्रव्य सूखते हैं. ചെടികൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മിനറൽസിൽ മിക്സ് ആയില്ലേ, അത് തന്നെയാണ് അവരുടെ വേര് കൊണ്ട് അബ്സോർബ് ചെയ്യുന്നത്. जड़ों को पानी ना मिलने पर पेड़ का भोजन बंद हो जाता है, पेड़ मर जाता है. വേരുകൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ചെടിക്ക് മരത്തിന് ഫുഡ് കിട്ടാതാവും. ഫുഡ് കിട്ടാതാകുമ്പോൾ എന്താ, മരം മരിച്ചു പോകും. सूक्ष्मदर्शिनी से अत्यंत सूक्ष्म पदार्थ स्पष्ट रूप से देखा जा सकता है. മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് അത്യന്തം കുഞ്ഞായിട്ടുള്ള വളരെ കുഞ്ഞായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വൃത്തിക്ക് കാണാൻ സാധിക്കും. पेड़ की डाल अथवा छड़ का इस यंत्र द्वारा परीक्षण करके देखा जा सकता है कि पेड़ में हजार नल है. നമ്മളിങ്ങനെ ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയെ ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ വേരിലും ഈ സ്റ്റെമ്മിലൊക്കെ എന്താ ആയിരക്കണക്കിന് नल പൈപ്പുകളുണ്ട്. इन्हीं सब नलों के द्वारा माटी से पेड़ के शरीर में रस का संचार होता है. ഈ പൈപ്പുകളിലൂടെയാണ് മണ്ണിൽ നിന്ന് വെള്ളം ചെടിയുടെ ശരീരത്തിലേക്ക് കയറുന്നത്. इसके अलावा वृक्ष के पत्ते हवा से आहार ग्रहण करते हैं. അതുകൂടാതെ ചെടികളുടെ ഇലകൾ വായുവിൽ നിന്ന് കാറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാറുണ്ട്. പത്തോ മേ അൺഗിനത് छोटे छोटे मूव होते हैं. ഈ ചെടിയുടെ ഇലകളിൽ അൺഗിനത്ത് എന്ന് പറഞ്ഞാൽ കൗണ്ട്ലെസ്, അനേകം ചെറിയ 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 ഓപ്പണിങ്സ് ഉണ്ട്. सूक्ष्मदर्शिनी के जरिए अनगिनत मूव पर अनगिनत होंठ देख सकते हैं. നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലയിൽ ഈ കുറേ കുറേ ഓപ്പണിങ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനൊക്കെ അൻഗിനത്ത് ഹോട്ട്, എണ്ണാൻ പറ്റാത്തത്രയും ഹോട്ട് എന്ന് പറഞ്ഞാൽ ചുണ്ടുകളുണ്ട് അതിന്. जब आहार करने की ज़रूरत ना हो तब दोनों होंठ बंद हो जाते हैं. ഫുഡ് കഴിക്കേണ്ടാത്ത സമയം അല്ലാത്ത സമയത്ത് ഈ ചുണ്ടുകൾ അടച്ചിരിക്കും. जब हम प्रश्वास ग्रहण करते हैं तब प्रश्वास के साथ एक प्रकार की विषाक्त वायु बाहर निकलती है, उसे अंगारक वायु कहते हैं. നമ്മൾ ശ്വാസം വലിക്കില്ലേ, അപ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് അതിലൊരു വിഷാക്ത ടോക്സിക് ആയിട്ടുള്ളൊരു വായു പുറത്തോട്ട് വരുന്നുണ്ട്, അതിന് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയും. अगर यह जहरीली हवा पृथ्वी पर इकट्ठी होती रहे तो तमाम जीव जंतु कुछ ही दिनों में उसका सेवन करके नष्ट हो सकते हैं. ഈ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ നമ്മളുടെ എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കുറേ തങ്ങി നിൽക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജീവജന്തുക്കളൊക്കെ ഇതിനെ അകത്തോട്ട് ശ്വാസം വലിക്കുന്നതിൻ്റെ കൂടെ വലിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മരിച്ചു പോകും, എല്ലാം ഇല്ലാതായി പോകും. ജറാ വിധാതാക്കി കരുണാക്ക ചമത്കാർക്കോ ദേക്കോ. ദൈവത്തിൻ്റെ ഈ ദൈവം ഉണ്ടാക്കിയതിൻ്റെ അത്ഭുതം ഒന്ന് നോക്കൂ. जो जीव जंतुओं के लिए जहर है, पेड़ पौधे उसी का सेवन करके उसे पूर्णतया शुद्ध कर देता है. ബാക്കി ജീവജന്തുക്കൾക്ക് വിഷമായ സാധനം ഈ കാർബൺ ഡയോക്സൈഡ്, ഈ വിഷമായ വായു ഈ ചെടികൾ എന്ത് ചെയ്യും, അവരത് ഉള്ളിലോട്ട് വലിച്ചെടുത്തിട്ട് പൂർണ്ണതയാ കംപ്ലീറ്റ്ലി ശുദ്ധമാക്കി മാറ്റും. പേട് കെ പത്തോം പർ, മരത്തിൻ്റെ ഇലകളിൽ എന്താ ഉള്ളത്, ജബ് സൂര്യ കാ പ്രകാശ് പഡ്താ ഹെ, സൂര്യൻ്റെ വെളിച്ചം എത്തുമ്പോൾ തബ് പത്തെ സൂര്യ ഊർജ के सहारे अंगारक वायु से अंगार निशेष कर डालता है. നമ്മുടെ ഇലകളിൽ സൺലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ സൺലൈറ്റിൻ്റെ എനർജിയിൽ നിന്ന് ഹെൽപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ചെടികൾ എന്ത് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഇല്ലാതാക്കും. और यह अंगार वृक्ष के शरीर में प्रवेश करके उसका संवर्धन करता है. ഈ കാർബൺ ഡയോക്സൈഡിനെ നമ്മളുടെ ചെടികൾ വലിച്ചെടുക്കുമല്ലോ, ഇലകളിലൂടെ ഉള്ളിലോട്ട് വലിച്ചെടുത്ത ശേഷം എന്ത് ചെയ്യും, ഈ കാർബൺ ഡയോക്സൈഡ് മറ്റ് ജീവജന്തുക്കൾക്കത് പോയിസണസ് ആണ്, വിഷമാണ്. പക്ഷേ നമ്മുടെ ചെടികൾ എന്ത് ചെയ്യും, ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഈ കാർബൺ ഡയോക്സൈഡ് അവരെ വലുതാകാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പേട് പൗധെ പ്രകാശ് ചാത്തെ ഹെ, ചെടികളൊക്കെ വെളിച്ചം ആഗ്രഹിക്കുന്നുണ്ട്. പ്രകാശ് ന മിൽനെ പർ യേ ബച്ച് നഹീ സക്തെ,
വെളിച്ചം സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ജീവനോടെ ഇരിക്കില്ല. पेड़ पौधों की सर्वाधिक कोशिश यही रहती है कि किसी तरह उन्हें थोड़ा सा प्रकाश मिल जाए. ചെടികളൊക്കെ എന്താ ശ്രമിക്കുന്നത്? എങ്ങനെയെങ്കിലും ഇത്തിരിയെങ്കിലും വെളിച്ചം കിട്ടണമെന്ന്, सूर्य लाइट किटना, सनलाइट किटना. यदि खिड़की के पास गमले में पौधा रखो तब देखोगे कि सारी पत्तियां व डालियाँ अंधकार से बचकर प्रकाश की ओर बढ़ रही है. നമ്മളൊരു ജനാലയുടെ അടുത്തൊരു ചെടി വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ ഇലകളും തണ്ടും എല്ലാം പൂക്കളും ഒക്കെ എങ്ങോട്ടിരിക്കും, വെയിൽ വരുന്ന രീതിയിൽ, സൂര്യൻ എവിടെയാണ് ആ ലൈറ്റ് വരുന്ന ഡയറക്ഷനിലിട്ടായിരിക്കും ഉണ്ടാവുക. वन अरण्य में जानने पर पता लगेगा कि तमाम पेड़ पौधे इस होड़ में संचेष है कि कौन जल्दी से सिर उठाकर पहले प्रकाश को चपेट ले. നമ്മൾ നല്ല കാട്ടിൽ നല്ല ഡെൻസായ ഫോറസ്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താ എല്ലാ ചെടികളും, ഈ കുഞ്ഞു ചെടികളൊക്കെ ഒരു കോമ്പറ്റീഷനിലാണ് ആരാണ് വേഗം വളർന്ന് അല്ലെങ്കിൽ ആരാണ് ഉയർന്ന് വേഗം സൂര്യപ്രകാശത്തിനെ പിടിച്ചെടുക്കുന്നതെന്ന്. बेल लताएं छाया में पड़ी रहने से प्रकाश के अभाव में मर जाएंगी. ബേൽ ലതായി എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികളൊക്കെ ഇല്ലേ, ഈ വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ തണലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് വെളിച്ചം കിട്ടാതെ അവരെന്ത് പറ്റും, അവർ മരിച്ചു പോകും. इसलिए वे पेड़ों से लपटती हुई निरंतर ऊपर की ओर अग्रसर होती रहती है. അതുകൊണ്ടാണ് ഈ വള്ളിച്ചെടികളൊക്കെ ഈ മരത്തിൽ ചുറ്റിപ്പറ്റി നേരെ മുകളിലോട്ട് വളരുന്നത് വേഗം. अब तो समझ गए होगी कि प्रकाश ही जीवन की मूलमंत्र. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെളിച്ചമാണ് ജീവൻ്റെ മൂലമന്ത്രം. सूर्य किरण का स्पर्श पाकर ही पेड़ पल्लवित होता है. സൂര്യൻ്റെ വെളിച്ചം കൊള്ളുന്നതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ തളിർക്കുന്നത്, മരങ്ങളൊക്കെ തളിരിടുന്നത്. पेड़ पौधों की रेश रेश में सूरज की किरणें आबद्ध है. ചെടികളുടെയൊക്കെ എല്ലാ റേഷ് എന്ന് വെച്ചാൽ ഓരോ ഫൈബറിലും ഓരോ നാരിലും സൂര്യൻ്റെ കിരണങ്ങളുണ്ട്. ईंधन को जलाने पर जो प्रकाश व ताप बाहर प्रकट होते हैं वह सूर्य की ही ऊर्जा है. നമ്മൾ ഫ്യൂവൽ ഇന്ധനം കത്തിക്കുമ്പോഴത്തേക്കും പ്രകാശവും താപം ഹീറ്റും പുറത്ത് വരുന്നില്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, അതൊക്കെ എന്താണ്, സൂര്യൻ്റെ ഊർജം തന്നെയാണ്. पेड़ पौधे व समस्त हरियाली प्रकाश हथियाने की जाल है. ഈ ചെടികളും പിന്നെ ഈ എല്ലാ പച്ചപ്പും ഹരിതാപമൊക്കെ എന്താണ്, ഈ സൂര്യ വെളിച്ചം ഹൈത്യാന എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ പിടിച്ചെടുക്കാനുള്ള ജാൽ വലയാണ്. पशु डागर पेड़ पौधे या हरियाली पशु डागर पेड़ पौधे या हरियाली खाकर अपने प्राणों की निर्वाह करते हैं. ഈ പശുവും ആടും ഒക്കെ എന്താ, അവർ ഈ ചെടികളൊക്കെ തിന്നിട്ടാണ് അവരുടെ ജീവൻ സപ്പോർട്ട് ചെയ്യുന്നത്, അവരങ്ങനെയാണ് ജീവിക്കുന്നത്. അവരുടെ ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ട്, ഈ പുല്ലൊക്കെ തിന്നുന്നത് കൊണ്ടാണ്. पेड़ पौधों में जो सूर्य का प्रकाश समाहित है वह इसी तरह जंतुओं के शरीर में प्रवेश करता है. നമ്മൾ നേരത്തെ പറഞ്ഞു ചെടികളുടെ ഓരോ ഫൈബറിലും സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ഈ പശുക്കളൊക്കെ ഈ പുല്ല് തിന്നുമ്പോൾ എന്ത് പറ്റും, ഈ സൂര്യൻ്റെ ശക്തി, സൂര്യൻ്റെ ലൈറ്റിൽ നിന്ന് ഇവരുണ്ടാക്കിയ ശക്തി എന്താ, ചെടികളിൽ നിന്ന് പശുക്കളിലോട്ട് പോകും, അവരുടെ ശരീരത്തോട്ട് പ്രവേശിക്കും. अनाज व सब्जी ना खाने पर हम भी बच नहीं सकते. നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മളെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല, കാരണം നമുക്കും എനർജി വേണം, ഫ്യൂവൽ വേണം. सोच कर देखा जाए तो हम भी प्रकाश की खुराक पाने पर ही जीवित है. നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ ഇതുപോലെ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഒരു ഖുറാക്ക് എന്ന് പറഞ്ഞ ഒരു പോർഷൻ, ഒരു അംശം കിട്ടാൻ വേണ്ടി തന്നെയാണ്, അംശം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളും ജീവനോടെ ഇരിക്കുന്നത്. कोई पेड़ एक वर्ष के बाद ही मर जाता है. ചില ചെടികൾ എന്താ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ മരിച്ചു പോകും, മരങ്ങളൊക്കെ. सब पेड़ मरने से पहले संतान छोड़ जाने के लिए व्यग्र है. എല്ലാ ചെടികളും എല്ലാ മരങ്ങളും എന്താണ്, മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സന്താൻ, അതിനൊരു പ്രോജനം, അതിനൊരു കുട്ടി, ഒരു എന്താ അടുത്ത തലമുറേനെ ബാക്കി വെക്കാൻ വേണ്ടി ആൻഷ്യസ് ആണ്. ബീജ് ഉൻകി സന്താന, വിത്താണ് അവരുടെ കുട്ടി. സന്താനം എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടി, മരത്തിൻ്റെയൊക്കെ കുട്ടി എന്താ, അതിൻ്റെ വിത്താണ്. बीज की सुरक्षा व सार संभाल के लिए
पेड़ फूल की पंखुड़ियों से घिरे एक छोटा सा घर तैयार करता है. ബീജ് കി സുരക്ഷ എന്നുവെച്ചാൽ വിത്തിനെ സുരക്ഷിതമായി വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് മരങ്ങൾ എന്താ ചെയ്യുക? പങ്കുടിയ എന്ന് വെച്ചാൽ പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു കുഞ്ഞ് വീട് ഉണ്ടാക്കും. फूलों से आच्छादित होने पर पेड़ कितना सुंदर दिखलाई पड़ता है. ഇങ്ങനെ മരത്തിൽ നിറച്ചിങ്ങനെ പൂക്കൾ നിറയുകയാണെങ്കിൽ എന്ത് രസമാണ് കാണാൻ. ജैसे फूल के बहाने वह സ്വയം ഹസ് രഹാ ഹോ. പൂവിൻ്റെ പേര് പറഞ്ഞിട്ട് മരം സ്വയം ചിരിക്കുന്നത് പോലെയല്ലേ തോന്നുന്നത്. ഫൂൽ കി തര സുന്ദർ ചീസ് ഓർ ക്യാ ഹൈ. പൂവിൻ്റെ അത്ര സുന്ദരമായി വേറെന്താണുള്ളത്? जरा सोचो तो पेड़ पौधे तो मटमैली माटी से आहार व विषाक्त वायु के अंगारक ग्रहण करते हैं. फिर इस अपरूप उपादान से किस तरह ऐसे सुंदर फूल खिलते हैं. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചെടികൾ പേട് പൗധ എന്താ ചെയ്യുക? മണ്ണിൽ നിന്ന്, മട്ടുമേലിൽ എന്ന് വെച്ചാൽ ഡള്ളായ മണ്ണിൽ നിന്ന് എന്താ അവർ ആഹാരം ഉണ്ടാക്കുന്നു, ആഹാരം കഴിക്കുന്നു. അതുപോലെ തന്നെ വിഷാക്ത വായു, അതായത് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉള്ളിലോട്ട് വലിച്ച് ഇങ്ങനെ ഉള്ള ഇങ്ങനത്തെ കാര്യം ചെയ്യുന്ന ഒരു ചെടിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര സുന്ദരമായ പൂക്കളുണ്ടാകുന്നത്? तुमने कथा तो सुनी होगी स्पर्शमणि की, अर्थात पारस पत्थर की, जिसके स्पर्श से लोहा सोना हो जाता है. നിങ്ങൾ സ്പർശമണിയുടെ കഥ കേട്ടിട്ടില്ലേ? പാരസ് പത്തറിൻ്റെ. അതെങ്ങനെ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ആ കല്ല് ഏത് ലോഹത്തിനെ തൊടുന്നു അത് സ്വർണ്ണമായി മാറും. മേരെ വിചാരസെ മാ കി മമത ഹി വഹ് മണി ഹെ. എൻ്റെ വിചാരത്തിൽ അമ്മയുടെ മമത അത് തന്നെയാണ് ഈ കല്ല്, പാരസ് പത്തർ. സന്താൻ പർ സ്നേഹ ന്യോച്ചാവർ ഹോത്തെ ഹി ഫുൾ ഖിൽഖിലാ ഉഠ്താ ഹെ. വിത്തിന് ഇത് പേടിൻ്റെ സന്താനം എന്താണ്? വിത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ. സന്താൻ പർ സ്നേഹ ന്യോച്ചാവർ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുക. തൻ്റെ സന്താനത്തിന് വേണ്ടി സ്നേഹം സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് ഉണ്ടാകുന്നത്. ममता का स्पर्श पाते ही मानो माटी व अंगार के फूल बन जाते हैं. മമതയുടെ സ്പർശനം കൊള്ളുമ്പോൾ എന്താണ്? മണ്ണ്, അങ്കാർ എന്ന് പറഞ്ഞാൽ എംബർ, ഈ കത്തുന്ന കനൽ പോലെ ആകുന്നു. അങ്കാർ കെ ഫൂൾ പഞ്ചാത്ത എന്ന് പറഞ്ഞാൽ കനലിൻ്റെ പൂവായി മാറുന്നു എന്ന്. पेड़ों पर मुस्कुराते फूल देखकर हमें कितनी खुशी होती है. മരത്തിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കളെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത്. ഷായദ് പേട് ബി കം പ്രഫുല്ലിത് നെയ് ഹോത്തെ. മിക്കവാറും ചെടിയും നമ്മളെക്കാളും നമ്മുടെ ഇതത്രയും തന്നെ സന്തോഷിക്കുന്നുണ്ടാവും. ഖുഷി കെ മൗക്കെ പർ ഹം അപ്നെ പരിജനോ കോ നിമന്ത്രിത് കർത്തെ ഹൈ. നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കൂട്ടുകാരും ബന്ധക്കാരെയൊക്കെ വിളിക്കില്ലേ? നിമന്ത്രിത് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യില്ലേ? उसी प्रकार फूलों के बाहर जाने पर पेड़ पौधे भी अपने बंधु बांधवों को बुलाते हैं. അതുപോലെ തന്നെ മരത്തിലും ഇങ്ങനെ പൂ വിരിയുമ്പോഴത്തേക്കും പേട് പൗധ, ഈ ചെടികളൊക്കെ അവരുടെ ബന്ധുക്കളെ വിളിക്കാറുണ്ട്. स्नेहसिक्त वाणी में पुकार सकते हैं, कहाँ हो मेरे बंधु, मेरे बांधव, आज मेरे घर आओ. यदि रास्ता भटक जाओ, कहीं घर पर पहचान नहीं सको, इसलिए रंग बिरंगे फूलों के निशान लगा रखे हैं. ये रंगीन पंखुड़ियाँ दूर से देख सकोगे. ചെടികൾ വിളിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ബന്ധുക്കളൊക്കെ, എവിടെ വരൂ, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഇനി നിങ്ങൾക്ക് വഴി തെറ്റി പോവുകയാണെങ്കിൽ, വീട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ നോക്കൂ, ഞാൻ രംഗബിരങ്കി കളർഫുൾ ആയിട്ടുള്ള പൂക്കളുടെ സൈൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ നമുക്ക് വഴി തെറ്റില്ലല്ലോ. ആ പൂവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ രംഗീൻ പങ്കുടിയ ദൂർസെ ദേഖ് സക്കോക്കെ. ഈ നല്ല നിറം നല്ല കളർഫുള്ളായിട്ടുള്ള ഇതളുകൾ നിങ്ങൾക്ക് ദൂരെ നിന്നും കാണാൻ പറ്റും. മധുമക്കി വ തിത്ലി കെ സാത്ത് വൃക്ഷ കി ചിരകാൽ കി ഘനിഷ്ഠത ഹെ. മധുമക്കി എന്ന് പറഞ്ഞാൽ തേനീച്ചകളോടും തിത്ലി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ.
മരത്തിന് ഈ പൂമ്പാറ്റകളോടും പിന്നെ ഈ ഹണി ബീസിനോടൊക്കെ കുറേ നാളായിട്ടുള്ളൊരു ബന്ധമാണ്, ഒരു എറ്റേണലായിട്ടുള്ളൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ട് ഇവർ തമ്മിൽ. വേ ദൽബൽ സഹിത് ഫൂൽ ദേഖ്നെ ആത്തി ഹെ. അവരവരുടെ മൊത്തം കൂട്ടരുമായിട്ട് ഇങ്ങനെ, ഹണിബിയൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെയല്ലേ വരുന്നത്, അവർ മൊത്തം ഇങ്ങനെ കൂട്ടരായിട്ട് പൂക്കൾ കാണാൻ വരും. कुछ पतंगे दिन के समय पक्षियों के डर से बाहर नहीं निकल सकते, पक्षी उन्हें देखते ही खा जाते हैं, इसीलिए रात के अंधेरे घिरने तक वे छिपे रहते हैं. പത്തങ്കി എന്ന് പറഞ്ഞാൽ മൂത്ത്, നിലാശലഭമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ചില നിലാശലഭങ്ങളൊക്കെ രാവിലെ പകൽ സമയത്ത് പുറത്തിറങ്ങില്ല, കാരണം കിളികൾ കണ്ടവരെ പിടിച്ച് തിന്നും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, രാത്രിയാവുന്നവരെ, ഇരുട്ട് വരുന്നത് വരെയൊക്കെ അവർ ഒളിച്ചിരിക്കും. शाम होते ही उन्हें बुलाने की खातिर फूल चारों तरफ സുഗന്ധ ही സുഗന്ധ ഫേല देते हैं. രാത്രിയാകുമ്പോൾ എന്താ, ഇരുട്ട് വീഴുമ്പോഴത്തേക്കും അവരെ വിളിക്കാൻ വേണ്ടി, നിലാശലഭങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ എന്ത് ചെയ്യും, ചുറ്റും സുഗന്ധം പരത്തും. വൃക്ഷ अपने फूलों में शहद का संचय करके रखता है. മരങ്ങൾ അവൻ്റെ പൂക്കളിലെ ഷഹദ് എന്ന് പറഞ്ഞാൽ തേൻ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. मधुमक्खी व तितली बड़े चाव से मधुबन करती है. ഈ ഹണി ബീസ്, തേനീച്ചകളും പൂമ്പാറ്റകളൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ ഈ തേൻ കുടിക്കും. മധുമക്കിക്ക് ആഗമൻ സെ വൃക്ഷ കാ ഭി ഉപകാർ ഹോത്താ ഹൈ. തേനീച്ചകൾ വരുന്നതിലൂടെ വൃക്ഷങ്ങൾക്ക് ഒരു ഉപകാരമുണ്ട്. തും ലോഗോനെ ഫൂൽ മേ പരാഗ് കണ്ട് ദേഖേ ഹോഗേ. നിങ്ങൾ പൂക്കളിൽ പോളൻ ഗ്രെയിൻസ് കണ്ടിട്ടില്ലേ? മധുമക്കിയ ഏക് ഫൂൽ കെ പരാഗ് കൺ ദൂസരെ ഫൂൽ പർ ലേ ജാത്തി ഹെ. തേനീച്ചകൾ എന്ത് ചെയ്യും, ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസിനെ, പരാഗകണങ്ങളെ എന്ത് ചെയ്യും, അടുത്ത പൂവിൽ കൊണ്ട് എന്താ വെക്കാറുണ്ട്. പരാഗ് കൺ കെ ബിന ബീജ് പക് നഹി സക്ത. പോളൻ ഗ്രെയിൻസ് ഇല്ലെങ്കിൽ വിത്ത് ഉണ്ടാവില്ല, വിത്ത് റെഡിയായി വരില്ല. ഇസ് പ്രകാർ ഫൂൽ മേ ബീജ് ഫേൽത്ത ഹെ. ഇങ്ങനെയാണ് ചെടികളിൽ വിത്ത് ഉണ്ടാകുന്നത്. फूल बीज फलता है. अपने शरीर का रस पिलाकर वृक्ष बीजों का പോഷൺ करता है. സ്വന്തം ശരീരത്തിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടാണ് മരം അതിൻ്റെ വിത്തിനെ വളർത്തുന്നത്. अब अपनी ज़िंदगी के लिए उसे मोह माया का लोभ नहीं है. ഇനി മരത്തിന് അതിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ച് മോഹമായ വെച്ചാൽ വേർഡ്ലി ഡിസയേഴ്സ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതൊന്നും ഇനിയിപ്പോൾ മരത്തിനൊന്നും വേണ്ട. ലോഭ് എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, അത്യാഗ്രഹമൊന്നും ഇല്ല മരത്തിന്. തിൽ തിൽ കർ സന്താൻ കി ഖാതിർ സബ് കുച്ച് ലുട്ടാ ദേത്തി ഹെ. പതിയെ പതിയെ അതെല്ലാം കൊടുത്ത് അതിൻ്റെ വിത്തിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. जो शरीर कुछ दिन पहले हरा भरा था अब वह बिल्कुल सूख गया है. കുറച്ച് മുമ്പ് വരേക്കും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിരുന്ന ശരീരം ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ വളരെ ഡ്രൈ ആയിരിക്കണം. സൂക്കെന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കുക. अपने ही शरीर का भार उठाने की शक्ति क्षीण हो चली है. സ്വന്തം ശരീരത്തിൻ്റെ ഭാരം താങ്ങാനുള്ള ശക്തി ഇപ്പോൾ ഇല്ല. पहले हवा बयार करती हुई आगे बढ़ जाती थी. കാറ്റിങ്ങനെ തൊട്ട് തലോടി ഇങ്ങനെ മുമ്പിലോട്ട് പോവുകയായിരുന്നു. പത്തേ ഹവാക്കെ സംഗ് ക്രീഡ കർത്തേ थे. ഇലകൾ കാറ്റിൻ്റെ കൂടെ കളിക്കുമായിരുന്നു. ക്രീഡ എന്ന് പറഞ്ഞാൽ കളിക്കുമായിരുന്നു. ചോട്ടി ചോട്ടി ഡാലിയ താൽ താൽ പർ നാച്ച് ഉഠ്തി थी. ചെറിയ ചെറിയ കമ്പുകളൊക്കെ എന്താ കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു താളത്തിൽ. അബ് സൂഖ പേട് ഹവാ കാ ആഘാത് സഹൻ നഹീ കർ സക്ത. ഇപ്പം മരം ആകെ ഡ്രൈ ആയി, പിന്നെ കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ആഘാതം സഹിക്കാൻ പറ്റില്ല. ഹവാ കാ ബസ് ഏക് थपेड़ा लगते ही वह धर धर कांपने लगता है. കാറ്റൊന്ന് നല്ലോണം വീശിക്കഴിഞ്ഞാൽ, थपेड़ा എന്ന് വെച്ചാൽ സ്ലാപ്പ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ധർ ധർ എന്ന് പറഞ്ഞിങ്ങനെ വിറയ്ക്കും. കാമ്പന എന്ന് പറഞ്ഞാൽ വിറയ്ക്കും. ഏകേ കർക്കെ സബി ഡാലിയ ടൂട്ട് പട്ടി. ഒന്നൊന്നായി അതിൻ്റെ ഓരോ കമ്പുകളും പൊട്ടി വീഴും. अंत में एक दिन अकस्मात पेड़ जट सहित भूमि पर गिर पड़ता है. അങ്ങനെ ഒരു ദിവസം, അവസാനം ഒരു ദിവസം അകസ്മാത് സഡൻലി ആ മരം എന്താ ഭൂമിയിലോട്ട് വീഴും, വേരോടെ വീണു പോകും. इस तरह संतान के लिए अपना जीवन न्योछावर करके वृक्ष समाप्त हो जाता है. അങ്ങനെ ഒരു മരം അതിൻ്റെ സന്താനത്തിന് വേണ്ടി അതിൻ്റെ ജീവൻ മൊത്തം സാക്രിഫൈസ് ചെയ്ത് അർപ്പിച്ചിട്ട് ഒരു ദിവസം ഇല്ലാതാകുന്നു.
ലേഖക് ജഗദീഷ് ചന്ദ്ര ബസു, അനുവാദക് ശങ്കർ സിംഗ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.